ഇപ്പോൾ 34ാമത് LSGയുടെ ആവേശകരമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് ചെത്തലാത്ത് ടീം അണ്ടർ 14 ടീം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ആതിഥേയരായ കിൽത്താനെ തോൽപ്പിച്ച് അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചെത്തലാത്ത് ടീമിൻ്റെ കളിക്കാരും ഒപ്പം ടീമിൻ്റെ കോച്ചും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ മികച്ച പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. ആദ്യത്തെ സെറ്റിൽ അവർ അല്പം പതറിയെങ്കിലും മികച്ചൊരു തിരിച്ചുവരവാണ് കുട്ടികൾ നടത്തിയത്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ചെത്തലത്തിലെ കുട്ടികൾ ഈ ബാഡ്മിൻ്റണിൽ അവർ നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇവിടെ കിൽത്തൽ വെച്ചിപ്പോൾ നടക്കുന്ന കൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഫുൾ കിൽത്തൻ ടീമിനാണ്. അതുകൊണ്ട് ആദ്യത്തെ സെറ്റിൽ കുട്ടികൾ ചെറുതായിട്ടൊന്ന് പതറി. അണ്ടർ 14 കുട്ടികളാണ്, എന്നാൽ അവർ നന്നായി രണ്ടാമത്തെ സെറ്റിൽ അതിഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ് നടത്തിയത്. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. തേർഡ് സെറ്റിൽ ഏകപക്ഷീയമായിട്ട് കുട്ടികൾ കളിക്കുകയും വളരെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അവർ തിരിച്ചു വരികയും ഇന്നിപ്പോൾ അവർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ്. ഇൻഷാ അല്ലാ അവർ ഫൈനലിലും വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. അതുപോലെ മറ്റ് ടീമുകൾ അണ്ടർ 19 ഓൾറെഡി ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അണ്ടർ 17 കളി ഇപ്പോൾ നടക്കും. അതിലും ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാ ഞങ്ങൾ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കും. ഓക്കെ, നമ്മൾ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇവൻറ്റ്സുകളിൽ ചെത്തലാം അധികം പ്രതീക്ഷിച്ചത്ര നിലവാരത്തേക്ക് ഉയരാൻ സാധിച്ചില്ലെങ്കിലും ബാഡ്മിൻ്റൻ്റെ കോർട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വളരെ മികച്ച പ്രകടനമാണ്. ഓരോ ടീമുകൾ അണ്ടർ 14 ആയിക്കോട്ടെ, ഗേൾസ് ആയിക്കോട്ടെ, 17 ആയിക്കോട്ടെ, 19 ആയിക്കോട്ടെ, മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പൊതുവെ ചെത്തലാത്ത് ബാഡ്മിൻ്റൻ്റെ കാര്യത്തിൽ എല്ലാ LSGയിലും ഈ ഒരു പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. അതിന് എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ടോ? അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾ ബാഡ്മിൻ്റണിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ ഇൻഡോർ വന്നതോടുകൂടെ തന്നെ കുട്ടികൾ പതിവായി അവിടെ കളിക്കാരെത്താറുണ്ട്. അതിനുവേണ്ട പരിശീലനം അവിടുത്തെ റീജിയണൽ സ്പോർട്സ് കൗൺസിൽ, അതുപോലെ ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, മറ്റ് ടീച്ചേഴ്സും അവിടെ കളിക്കുന്ന എംപ്ലോയീസും ഒക്കെ അവർക്ക് ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർ സഹായിക്കാറുണ്ട്. അവർ നല്ല ടാലൻറ്റഡ് ആണ്. സ്കൂളിലും അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡ്, അതുപോലെ ഒഴിവ് ലിഷർ പീരീഡൊക്കെ കിട്ടുമ്പോൾ അവർ കൂടുതലായിട്ട് ഞങ്ങൾ ഈ ബാഡ്മിൻ്റണിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ ചാൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രാക്ക് ആൻഡ് ഇവൻറ്റ്സ് പറയുമ്പോൾ ഞങ്ങളുടെ 4 അണ്ടർ 17 ബോയ്സ് നാഷണലിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വോളിബോളിലും അതുപോലെ ഫുട്ബോളിലും അത് ഞങ്ങൾക്ക് വല്ലാത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. എന്നാൽ തന്നെ ഞങ്ങളുടെ കുട്ടികൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നായി പങ്കെടുത്തു. അതുപോലെ അണ്ടർ 19 2 പേര് നാഷണലിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് നല്ല ഭാവങ്ങൾ നേരുകയാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചു വരാൻ തൗഫീഖ് ചെയ്യട്ടെ. അവർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ഞങ്ങളുടെ ഒരു റിലേ, അതുപോലെ 100 മീറ്റർ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. വോളിബോളിലും അതുപോലെ. ഏതായാലും അവർ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച് നാശം തിരിച്ചു വരാൻ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ബാഡ്മിൻ്റണിലെ കുട്ടികൾക്ക് ഇനിയും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫൈനൽ വിജയിച്ച് ഇതിൻ്റെ ആവേശത്തിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് വാ. നിങ്ങൾ എന്തായാലും ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ? ഫൈനലിൽ ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഉണ്ട്. എന്താണ് ഈ വിജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ സന്തോഷം ഒന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആരോടാണ് നന്ദി പറയേണ്ടത്? നിങ്ങൾ ഭയങ്കര സന്തോഷമാണ്. അക്ബർ സാറും കൂടിയാണ് ഇവർക്ക് കോച്ച് കൊടുത്തത്. അപ്പൊ എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നു. ഫൈനലിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമുക്ക് ഇനി ചോദിക്കാനുള്ളത് നമ്മുടെ മൊത്തം LSGയെ കുറിച്ചാണ്. ചെത്തലാത്ത് ടീം വളരെ വൈകിയാണ് വന്നത് എങ്കിലും നമുക്ക് ഇവിടുത്തെ സ്വീകരണങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ മൊത്തം LSGയെ കുറിച്ചും ഒരു അഭിപ്രായം താങ്കൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക്. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ സ്വീകരണമാണ് ഞങ്ങൾക്ക് നൽകിയത്. മാത്രമല്ല കിൽത്തൻ ദ്വീപിലെ ഈ LSGയുടെ ഒരുക്കപ്പാടുകൾ മാസങ്ങളെടുത്ത് അവർ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയതാണ്. വളരെ മികച്ച ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബീച്ച് വോളിബോൾ കോർട്ട്, അതുപോലെ ലോങ് ജമ്പ് പിച്ച്, ഇപ്പോൾ ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ കോർട്ട് എല്ലാം നല്ല. അതുപോലെ ഞങ്ങളുടെ അക്കോമഡേഷൻ, അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങളിലും അവർ എല്ലാ മേഖലകളിലും കിൽത്തൻ പ്രിൻസിപ്പാളും അതുപോലെ ഇതിൻ്റെ മറ്റ് ഏൽപ്പിക്കപ്പെട്ട അധ്യാപകരും വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നാട്ടുകാർ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നതായി മനസ്സിലാക്കുന്നുണ്ട്. നല്ലൊരു LSG ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കൺവെൻസ് ഞങ്ങൾ വളരെ വൈകിയാണ് ഇവിടെ എത്തിയത്. ഒരു ദിവസം മുമ്പ് എത്തേണ്ടതായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തിരിച്ചും ഞങ്ങൾക്ക് കൺവെൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൊതുവേ ചെത്തലാം കിൽത്തൻ ഇങ്ങനെ എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോഴും ആ അവഗണന തുടരുകയാണ്. ഞങ്ങൾക്ക് 22-ാം തീയതിക്കാണ് കപ്പൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 19-ന് ഇതിൻ്റെ ക്ലോസിംഗ് സെറമണിയാണ്. 20, 21 കഴിഞ്ഞ് 22 3-ാം ദിവസമാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്.
വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്നും ഞങ്ങൾക്ക് 20-ാം തീയതി തന്നെ വെസൽ സംവിധാനം അറേഞ്ച് ചെയ്ത് ഞങ്ങളെ കുട്ടികളെ കാരണം ക്ലാസ് അക്കാഡമിക്സ് ഇപ്പോൾ 10-12 ദിവസം മിസ്സായി. ഇനിയും ഒരു ദിവസങ്ങൾ ഇങ്ങനെ മിസ്സാകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ലോസാണ്. അതുകൊണ്ട് നല്ല ഒരു രീതിയിൽ ഇതിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധ ചെലുത്തുകയും സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഇത് ശ്രദ്ധിക്കുകയും 20-ാം തീയതി തന്നെ ഞങ്ങളെ കുട്ടികളെ നാട്ടിൽ തിരിച്ചെത്താൻ നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കിൽത്തൻ ടീമിന് വിശിഷ്ട അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ചെത്തലത്ത് ദ്വീപിൻ്റെ വിശിഷ്ട ഞങ്ങളുടെ പ്രിൻസിപ്പാളുടെ പേരിലും ചെത്തലത്തിലെ മുഴുവൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളുടെ പേരിലും നാട്ടുകാരുടെ പേരിലും ഞങ്ങളുടെ ആഗേതവുമായ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുകയാണ്. താങ്ക് യു കിൽത്താൻ. ഓക്കെ, അപ്പോൾ പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ആവശ്യം പരിഗണിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അവരുടെ ആവശ്യം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ചെത്തലാത്ത്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.